എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാകുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ ഭിന്നശേഷി സംഘടനകൾ. സർക്കാർ നിലപാട് മാറ്റം 2018-ൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കിയത് മുതൽ സർക്കാർ കൈക്കൊണ്ട നടപടികളെ അട്ടിമറിക്കുന്നതാണ്. മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കുള്ള തസ്തികകൾ മാനേജ്മെന്റുകൾ നികത്തിയതിനു ശേഷമേ പൊതു തസ്തികകളിൽ നിയമിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരം നൽകാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായമുണ്ട്. സർക്കാരിന്റെ പുതിയ തീരുമാനം ഇതിനെ അട്ടിമറിക്കുന്നതാണെന്നാണ് ഭിന്നശേഷി സംഘടനകളുടെ ആരോപണം. ഈ സാധ്യതയെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്ത ശേഷമാണ് ഇന്നലെ കൃത്യമായൊരു മലക്കം മറിച്ചിൽ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ 2018 മുതൽ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള എല്ലാ നടപടികളെയും അട്ടിമറിക്കുന്ന വിധത്തിലാണ് ഇന്നലെ ഈ വിധി എല്ലാവർക്കും നേടിക്കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമപരമായി ഇടപെടും എന്ന് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ NSS കക്ഷിയാണ്. ഇത് മറച്ചുവെച്ച് കേസ് നൽകിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് NSSന് അനുകൂലമായ വിധി നേടിയതെന്നും ഇവർ ആരോപിക്കുന്നു. കോടതി വിധി അനുകൂലമായിട്ടും ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകൾ അലംഭാവം കാണിക്കുകയാണ്. നിയമനം നടത്തുന്നതിൽ അനർഹർ കയറിപ്പറ്റുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തസ്തിക മാറ്റിവെച്ചതുകൊണ്ട് മാത്രം മാനേജ്മെന്റുകൾ നിയമനം നടത്തില്ലെന്ന ആശങ്കയാണ് ഭിന്നശേഷി സംഘടനകൾക്ക്. മീഡിയ 1 തിരുവനന്തപുരം.